സിനിമയിൽ വലിയ സ്റ്റാർ ആയതിനു ശേഷവും സിനിമകൾ കുറഞ്ഞ ശേഷവും പടങ്ങളിൽ അഭിനയിച്ച കുറച്ച് നടന്മാരുണ്ട്. അവരെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അതിലാദ്യമായിട്ട് കലാഭവൻ പ്രജോത് ഷക്കില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കാതര എന്ന ചിത്രത്തിലാണ് കലാഭവൻ പ്രജോത് അഭിനയിച്ചത്. അതുപോലെ കൂട്ടിക്കൽ ജയേന്ദ്രനും ഷക്കില ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ട്. അദ്ദേഹം സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പാണ് രാസലീല എന്ന സിനിമയിലാണ് അദ്ദേഹം നായകനായത്. സലീം കുമാർ തുടക്കകാലത്ത് കിന്നാരത്തുമ്പി എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഷക്കീലയുടെ ആദ്യ മലയാള ചിത്രമാണ് കിന്നാരത്തുമ്പി. ശങ്കർ സിനിമകളൊക്കെ കുറഞ്ഞ സമയത്ത് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് മധുരം എന്ന സിനിമയിലാണ്. അതിൽ ചാർമിളയായിരുന്നു നായിക. അതോടെയാണ് ചാർമിള ഔട്ടായത്. ധ്യാൻ ശ്രീനിവാസന് ഏത് പൊട്ടപ്പടത്തിലും കയറി അഭിനയിക്കുന്നൊരു ഇതുണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസന്. അങ്ങനെ അഭിനയിച്ചൊരു പടമാണ് ഉടൻ എന്ന് പറഞ്ഞ സിനിമ. അതിന് ഇച്ചിരി റൊമാൻസ് കൊണ്ട് ഇച്ചിരി കളിയും ചിരിയുള്ള സിനിമയാണിത്. അടുത്തത് കളയെന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ ടൊവിനോ തോമസ്. അത് പടമാണ്. അതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ കുറച്ച് ചോര കൊണ്ടുള്ള കളി കൊണ്ടാണ്. കൃഷ്ണചന്ദ്രൻ ഇപ്പോൾ സിനിമകൾ സജീവമല്ല. അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് രതി നിർവേദം. അതൊരു പടമാണ്. ജയഭാരതിയായിരുന്നു ഇതിൽ നായിക. അടുത്തയാൾ പ്രതാപ് ചന്ദ്രൻ. അദ്ദേഹം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തത് മാസ്റ്റർ രഘു ആണ്. മാസ്റ്റർ രഘു അഭിനയിച്ച സിനിമയാണ് ഇണ എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു പടമാണ്. അടുത്തത് നമ്മുടെ ദേവൻജി അഭിനയിച്ച് കുറേ പടങ്ങളുണ്ട്. ഷക്കിലെ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം കുറേ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. നിമിഷങ്ങൾ എന്ന സിനിമയാണ് അദ്ദേഹം അഭിനയിച്ചത്.